നമസ്കാരം. നാം ഏവരും പ്രാർത്ഥിക്കുമ്പോൾ പല തരത്തിലുള്ള അനുഭവങ്ങൾ അനുഭവിക്കുന്നതാണ്. ചിലർക്ക് പ്രാർത്ഥിക്കുമ്പോൾ മനസമാധാനവും ശാന്തിയും വന്നു ചേരുമ്പോൾ മറ്റു ചിലർക്ക് ചിലപ്പോൾ ഭയപ്പെടുത്തുന്നതായ സൂചനകളായിരിക്കും ലഭിക്കുക. ഇനി നാം പ്രാർത്ഥിക്കുമ്പോൾ എന്തെങ്കിലും തെറ്റ് നമ്മുടെ ഭാഗത്തു നിന്നും ഉണ്ടായോ, അല്ലെങ്കിൽ ഏതെങ്കിലും നെഗറ്റീവായ ശക്തികൾ നമുക്ക് ചുറ്റുമുണ്ടോ എന്നിങ്ങനെ പല സംശയങ്ങളും നമ്മളിൽ വന്ന് ചേരുന്നതുമാണ്. നമ്മളിൽ ഈശ്വരാധീനം ഈ കാരണങ്ങളാൽ വർദ്ധിക്കാതെ തടസ്സപ്പെട്ട് കിടക്കാവുന്നതുമാണ്. ഇതിനാൽ പ്രാർത്ഥിക്കുമ്പോൾ ചില അനുഭവങ്ങൾ നമ്മെ പേടിപ്പെടുത്തുന്നു എങ്കിൽ അത് എന്തുകൊണ്ടെന്നും ഇനി മുൻപോട്ട് എന്ത് ചെയ്യണം എന്നും ഈ അധ്യായത്തിലൂടെ വിശദമായി തന്നെ മനസ്സിലാക്കാം. ഏവരും ഒരു നിമിഷം സാക്ഷാൽ മഹാലക്ഷ്മി ദേവിയെ വന്ദിക്കുക. ഓം മഹാലക്ഷ്മിയെ നമ എന്ന് കമന്റ് ബോക്സിൽ ഏവരും രേഖപ്പെടുത്തുക. നമുക്ക് ചുറ്റും പല തരത്തിലുള്ള ശക്തികൾ ഉണ്ടാകുന്നതാണ്. നെഗറ്റീവായ ശക്തികളോടൊപ്പം പോസിറ്റീവായ ശക്തികളും ഉണ്ടാകുന്നതുമാണ്. പോസിറ്റീവായ ശക്തികൾ നമ്മുടെ ഈശ്വരാധീനം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു. ആധ്യാത്മികമായ മുന്നേറ്റം അഥവാ ആധ്യാത്മികമായി മുന്നേറുവാൻ സഹായിക്കുകയും ചെയ്യുന്നു. എന്നാൽ നെഗറ്റീവായ ശക്തികൾ ആധ്യാത്മികമായ വളർച്ചയിൽ തടസ്സങ്ങൾ കൊണ്ടുവരികയും പ്രാർത്ഥനയുടെ ഫലം ലഭിക്കാത്തതായ അവസ്ഥ ഉണ്ടാകുന്നതുമാണ്. ചില സന്ദർഭങ്ങളിൽ പ്രധാനമായും നമ്മുടെ ഓറ, നമ്മളിലെ വൈബ്രേഷൻസ് വീക്കാകുമ്പോൾ ഇങ്ങനെ സംഭവിക്കാവുന്നതുമാണ്. അതായത് ഈശ്വരാരാധന മുടക്കം വരുമ്പോൾ, പോസിറ്റീവായ കാര്യങ്ങൾ നാം ചെയ്യാതിരിക്കുമ്പോൾ നമ്മുടെ ഓറയുടെ ശക്തി കുറയുന്നു. ഈ സമയം നെഗറ്റീവായ ശക്തികൾ നമ്മെ എളുപ്പത്തിൽ ഉപദ്രവിക്കുന്നു, നമ്മളിലേക്ക് കടന്നു വരുന്നു എന്നുള്ളതാണ്. നമുക്ക് ചുറ്റും എന്നതിൽ നിന്നും നമ്മുടെ ഉള്ളിലേക്ക് പ്രവേശിക്കുവാൻ സാധിക്കുന്നു എന്ന കാര്യമാണ് അറിയേണ്ടത്. ഇത്തരത്തിൽ ഓറ വീക്ക് ആകുന്നതായ വ്യക്തിയെ പെട്ടെന്ന് നെഗറ്റീവായ എനർജി ബാധിക്കുന്നതാണ്. ഇവർ മന്ത്രജപം, പ്രാർത്ഥന എല്ലാം ചെയ്ത് തുടങ്ങുമ്പോൾ അവരെ ബാധിച്ചിരിക്കുന്നതായ നെഗറ്റീവായ ഊർജം വിവിധ തരത്തിലുള്ള പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യും. അടുത്തത്, ഒരു വ്യക്തിയുടെ പ്രാർത്ഥനയിൽ തടസ്സങ്ങൾ വരാൻ കാരണമായി വരുന്നത് അവരുടെ കർമ്മഫലം തന്നെയാകുന്നു. അവരുടെ മുൻജന്മത്തിലും ഈ ജന്മത്തിലെയും കർമ്മഫലം അവർക്ക് തടസ്സങ്ങൾ, ബ്ലോക്ക് സൃഷ്ടിക്കുന്നു എന്നുള്ളതാണ്. ഇതിനാൽ പ്രാർത്ഥനയിൽ തടസ്സങ്ങൾ ഉണ്ടാകുന്നു എങ്കിൽ ഈ ലക്ഷണങ്ങളിലൂടെ അത് നിങ്ങൾക്ക് അറിയുവാൻ സാധിക്കുന്നതുമാണ്. ശരീരവുമായി ബന്ധപ്പെട്ട ലക്ഷണങ്ങളാണ് കൂടുതലായും കാണുക. ശരീരത്തിന് പെട്ടെന്ന് ഭാരം വയ്ക്കുന്നു, ശരീരത്തിൽ വേദനകൾ, തലക്കനം വരുന്നു, ചെവി ചൂളം വിളിക്കുന്നു, ഹൃദയത്തിന് വേദന, ശ്വാസമെടുക്കാൻ ബുദ്ധിമുട്ട്, ആരോ ഹൃദയം മുറുകെ പിടിച്ചതുപോലെ തോന്നിപ്പിക്കുന്നതുമാണ്. കൂടാതെ കാലിന് ഭാരം കൂടുന്നത് പോലെ ഇത്തരത്തിൽ ശാരീരിക ക്ലേശങ്ങളാൽ പ്രാർത്ഥനയിൽ ഏകാഗ്രത ആ വ്യക്തിക്ക്, ആ ഭക്തനോ ഭക്തയ്ക്കോ ലഭിക്കാത്തതായ അവസ്ഥ. പെട്ടെന്ന് ക്ഷീണം അവർ അനുഭവിക്കുന്നതാണ്. പ്രാർത്ഥിക്കുമ്പോൾ പെട്ടെന്ന് മനം മടുക്കുന്നു. സ്ത്രീകളിൽ അരയ്ക്ക് താഴേക്ക് അല്ലെങ്കിൽ ഉദരഭാഗത്ത് വേദന അനുഭവപ്പെടുന്നതുമാണ്. ഇതെല്ലാം നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അടുത്ത് നെഗറ്റീവായ ഊർജം, ശക്തിയുണ്ട് എന്ന് കാണിക്കുന്നു. അവർ തടസ്സങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യുന്നു. ഭയപ്പെടുത്തുന്നതായ സ്വപ്നങ്ങൾ, ആരോ നിങ്ങളെ ഭയപ്പെടുത്തുന്നതായ രീതിയിൽ അത്തരത്തിൽ സ്വപ്നത്തിൽ പിന്തുടരുന്നതായ സാഹചര്യം നിങ്ങൾക്ക് കാണുവാൻ സാധിക്കുന്നു. ഭയപ്പെടുത്തുന്നതായ രൂപങ്ങൾ, വളരെ മോശം കാര്യങ്ങൾ കാണുന്നതായ സാഹചര്യം, നിങ്ങൾ സ്വപ്നത്താൽ ശരീരം വിയർക്കുന്നതായ സാഹചര്യം, കലഹം സ്വപ്നത്തിൽ കാണുന്നതായ സാഹചര്യം വന്നു ചേരാം. ഇത്തരത്തിലുള്ള സ്വപ്നങ്ങൾ നിങ്ങൾ ദീർഘനാളായി പ്രാർത്ഥനയിൽ അല്ലെങ്കിൽ ഭക്തിമാർഗത്തിൽ നിന്നും വ്യതിചലിച്ച് ഇപ്പോൾ വീണ്ടും അത്തരം കാര്യങ്ങൾ ആരംഭിക്കുമ്പോൾ കാണുന്നവ കൂടിയാകാം. ഇവ കണ്ടാൽ നിങ്ങൾക്ക് ഉറപ്പിക്കുവാൻ സാധിക്കും, വളരെ വലിയ തോതിൽ നെഗറ്റീവായ ശക്തികൾ
നിങ്ങൾക്ക് ചുറ്റുമുണ്ട് എന്ന്, അതേപോലെ നിങ്ങളുടെ ഉള്ളിലുമുണ്ട് എന്ന സൂചന തന്നെയാകുന്നു. നമ്മുടെ ശരീരത്തിൽ ഒളിച്ചിരിക്കുന്നതായ വിവിധ തരം ഊർജങ്ങൾ നാം ഈശ്വരനാമം എടുക്കുമ്പോൾ ഉണരുന്നതാണ്. അതിനാൽ ആദ്യം തടസ്സങ്ങൾ ശരീരം തന്നെയാണ് സൃഷ്ടിക്കുക. ഇതിനാൽ ശരീരത്തിന് ഭാരം വർദ്ധിക്കുന്നത് പോലെ എല്ലാം അനുഭവപ്പെടുമ്പോൾ അവയെക്കുറിച്ച് നാം ആദ്യം മനസ്സിലാക്കണം എന്നില്ല. എന്നാൽ ഇത് എന്തുകൊണ്ട് എന്ന് നാം മനസ്സിലാക്കി ആ സമയം എന്ത് ചെയ്യണം എന്നുകൂടി നോക്കാം. ഈ സമയം പലരും ഭയന്ന് പ്രാർത്ഥന അല്ലെങ്കിൽ മന്ത്രജപം നിർത്തുന്നതാണ്. എന്നാൽ അങ്ങനെ നിങ്ങൾ ഒരിക്കലും ചെയ്യാൻ പാടില്ല എന്നുള്ളതാകുന്നു. ഈ കാര്യങ്ങൾ നിർത്താതെ മുന്നോട്ട് പോവുക. മന്ത്രങ്ങൾ ജപിക്കുന്നവർ ആ മന്ത്രജപത്തിന്റെ സംഖ്യ വർദ്ധിപ്പിക്കുക. ഇപ്പോൾ നിങ്ങൾ 21 തവണ ജപിക്കുന്ന മന്ത്രം 108 തവണയായി നിങ്ങൾ ഉയർത്തുക. ഇഷ്ടദേവതയുടെ കവചമന്ത്രം നിങ്ങൾ ജപിക്കുക. കാളി കവചം, ഹനുമാൻ ചാലിസ പോലുള്ള മന്ത്രങ്ങൾ പാരായണം നിത്യവും ചെയ്യാൻ നിങ്ങൾ ആരംഭിക്കുക. അതിന് സാധിക്കുന്നില്ല എങ്കിൽ നിത്യവും നിങ്ങൾ ഈ കാര്യങ്ങൾ, ഇത്തരത്തിലുള്ള കവച മന്ത്രങ്ങൾ നിത്യവും കേൾക്കുക. അത് നിങ്ങളിൽ പോസിറ്റീവായ ഊർജം വർദ്ധിപ്പിക്കുന്നതാണ്. ദുഷ്ടശക്തികൾക്ക് നിങ്ങളെ സമീപിക്കുവാൻ പോലും സാധിക്കില്ല. അത്രയധികം പോസിറ്റീവായ ഊർജം, ദൈവികമായ ഒരു കവചം നിങ്ങളിൽ സൃഷ്ടിക്കാൻ അത് സഹായകരമായി തീരും. നിത്യവും നിങ്ങൾ പ്രാർത്ഥിക്കുക. ഇങ്ങനെ ചെയ്യുന്നതിലൂടെ നിങ്ങളുടെ ഓറയുടെ ശക്തി വർദ്ധിപ്പിക്കുവാൻ സാധിക്കും. ഇങ്ങനെ നിങ്ങളുടെ ശാരീരിക ക്ലേശങ്ങൾ മെല്ലെ മെല്ലെ ഇല്ലാതാകുന്നു എന്നുള്ളതാണ്. മറ്റൊരു ലക്ഷണമായി പരാമർശിക്കുവാൻ സാധിക്കുന്നത്, നിങ്ങൾ ജീവിതത്തിൽ എന്തു ഭയക്കുന്നുവോ അത് മുൻപുണ്ടായ അനുഭവമാകാം, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും കാര്യമാകാം. ആ കാര്യങ്ങൾ സ്വപ്നത്തിൽ വീണ്ടും വീണ്ടും കാണുന്നതായ സാഹചര്യം, എന്തെങ്കിലും മുൻജന്മത്തിൽ ഉണ്ടായ കാര്യങ്ങൾ പോലും ഇങ്ങനെ കാണുവാൻ നിങ്ങൾ ആരംഭിക്കുന്നതാണ്. ജീവിതത്തിലെ ട്രോമ വീണ്ടും നിങ്ങൾ അനുഭവിക്കുന്നതാകുന്നു. ചിലപ്പോൾ നമ്മുടെ ഭാവിയെക്കുറിച്ചും സ്വപ്നത്തിൽ കാണുന്നതാണ്. ഇതിൽ ഒരിക്കലും നിങ്ങൾ ഭയപ്പെടേണ്ടതായ സാഹചര്യം ഇല്ല എന്നുള്ളതാണ്. പ്രാർത്ഥന, മന്ത്രജപം നിങ്ങൾ നിർത്തരുത് എന്നുള്ളതാണ്. പല വിധത്തിലും അത് നിർത്തണം എന്ന രീതിയിലുള്ള ചിന്തകൾ, സാഹചര്യം അത്തരത്തിൽ നിങ്ങളെ പിടികൂടി എന്ന് വരാം. എന്നാൽ അതിൽ നിന്നും മുക്തരായി നിങ്ങൾ ഉറച്ച വിശ്വാസത്തോടെ തന്നെ എനിക്കത് ജപിക്കണം എന്ന ഉറച്ച തീരുമാനത്തോടെ, വിശ്വാസത്തോടെ തന്നെ ജപിക്കുക. അത്തരത്തിൽ നിങ്ങൾക്ക് മുന്നോട്ട് പോകുവാൻ സാധിക്കുന്നു എങ്കിൽ അത് മുടക്കുവാൻ നെഗറ്റീവായ ഊർജങ്ങൾക്ക് സാധിക്കില്ല എന്നുള്ളതാണ്. തെറ്റായ ചിന്തകൾ പ്രാർത്ഥിക്കുമ്പോൾ മാത്രം കാണുന്നു. അതായത് അത്തരത്തിലുള്ള ചിന്തകൾ പെട്ടെന്ന് മനസ്സിലേക്ക് കടന്നു വരുന്നതായ സാഹചര്യം കോട്ടുവ അനുഭവിക്കുന്നതാണ്. കോട്ടുവ നെഗറ്റീവ് ഊർജത്താലും ഇങ്ങനെ സംഭവിക്കാം എന്നുള്ളതാണ്. അതായത് അത്തരത്തിലും സംഭവിക്കാനുള്ള സാധ്യതയുണ്ട്. ഇത്തരം അനുഭവങ്ങൾ വരുന്നു എങ്കിൽ നിങ്ങൾ ഭയപ്പെടേണ്ടതായ യാതൊരു സാഹചര്യവുമില്ല. നിങ്ങൾ വിശ്വസിക്കുന്നതായ ആ ശക്തിയിൽ, നിങ്ങളെ കാത്തു രക്ഷിച്ചിരുന്നതായ ആ ശക്തിയിൽ കൂടുതൽ വിശ്വസിച്ച് തന്നെ മുന്നോട്ട് പോവുക. പ്രാർത്ഥന നിർത്തിയാൽ വലിയ ആപത്ത് തന്നെയാണ് വന്നു ചേരുവാൻ കാരണമായി തീരുക. നിങ്ങൾ വിശ്വസിക്കുന്നതായ ശക്തി, അതിനാൽ തീർച്ചയായും അതിൽ നിന്നും മുക്തരാകുവാൻ നിങ്ങൾക്ക് അവസരം നൽകും. അത് കൃത്യമായി തന്നെ വിനിയോഗിക്കണം. നെഗറ്റീവായ ആ ഊർജങ്ങൾക്ക് ഒരിക്കലും നിങ്ങളെ കീഴ്പ്പെടുത്തുവാൻ സാധിക്കില്ല എന്നുള്ളതാണ്. അതിനാൽ അടിയുറച്ച് തന്നെ വിശ്വസിച്ച് മുന്നോട്ട് പോവുക. ഏവർക്കും ഏറ്റവും ശുഭകരമായ കാര്യങ്ങൾ ജീവിതത്തിൽ സംഭവിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു.